പ്രിയപ്പെട്ടവരെ, മുഹറം മാസം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇൻഷാ അല്ലാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ചെറിയ രൂപത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അവിടുത്തെ ഒരു സ്ഥാനപ്പേര് ഖലീലുള്ള എന്നാണ്. ഖലീലുള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹിതൻ. അള്ളാഹുവിൻ്റെ സ്നേഹിതൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല വിളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാരണമാണ് എത്രത്തോളം, അതായത് നമുക്ക് വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത അത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയതും ജീവിച്ചതും എല്ലാം. ആ പ്രബോധന കാലഘട്ടത്തിൽ സംഭവിച്ച വലിയൊരു സംഭവമാണ് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലോട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയപ്പെട്ട സംഭവം. അത് നടക്കുന്നത് മുഹറം മാസത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നപ്പോൾ എല്ലാവരും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്താണ് പരിശുദ്ധ ദീനിനെ പ്രചരിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിട്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ പിതാവായ ആസറിൻ്റെ ബിംബാരാധനയായിരുന്നു. ആ ബിംബാരാധനയുടെ കഥ ആ ചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നമുക്കവിടെ വേറൊരു സാഹചര്യത്തിൽ വേറൊരു സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ആ ബിംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ബിംബങ്ങളെ തച്ചുടയ്ക്കുകയും അതിൽ വലിയൊരു ബിംബത്തിനെ മാറ്റി നിർത്തുകയും ചെയ്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലോട്ട് എത്തിക്കാൻ കാരണമാകുന്നത്. തീക്കുണ്ടാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഭക്ഷണം വേവിക്കാൻ വേണ്ടി അടുപ്പിൽ സജ്ജീകരിക്കുന്ന തീയല്ല. അതിൻ്റെ വിശാലത എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ വാക്കുകളില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അമ്പിലെയ്താണ് ആ തീക്കുണ്ടാരത്തിലോട്ട് എത്തിച്ചതെന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അത്രത്തോളം വലിയ തീക്കുണ്ടാരം, അതിൻ്റെ അടുത്തോട്ട് ആർക്കും അടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മുകളിലൂടെ പറന്നു പോയി കഴിഞ്ഞാൽ അത് കരിക്കട്ടയായി അതിലേക്ക് വീഴുന്ന രൂപത്തിലുള്ള തീക്കുണ്ടാരമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സലാമത്ത് നൽകുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ ഖുർആനിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഖുർആനിലുള്ളൊരു വാചകമാണ് ഖുൽ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. അള്ളാഹു താല ഖുർആനിൽ പറയണാണ്, ഓ തീയെ, നീ എന്താവുക, ഇബ്രാഹിം അലൈഹി സ്വലാമിന് രക്ഷയും തണുപ്പുമാകുക എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ തീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീയുടെ ഒരു സ്വഭാവം കരിക്കുക എന്നാണ്. ഒരു വസ്തുവിനെ കരിക്കാനും അതേപോലെ തന്നെ വേവിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ തീ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീക്കുണ്ടാരത്തിൽ വീഴുകയും ആ തീയുടെ പൊള്ളലേൽക്കുകയോ തീ കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായില്ല. അള്ളാഹു താല ആ തീയിൽ നിന്നും കരിക്കുക എന്ന സ്വഭാവത്തിനെ എടുത്തു മാറ്റിയത് കൊണ്ടാണ് ആ തീപ്പൊള്ളൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടാവാതിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹു താല ഒരു വസ്തുവിന് കഴിവ് കൊടുത്താൽ മാത്രമേ ആ വസ്തു പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ നാവിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നു. ഈ നാവിന് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു താല കൊടുത്താൽ മാത്രമേ ഈ ശബ്ദമായിട്ടത് പുറത്തോട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. നാവ് അവിടെ തന്നെ ഉണ്ടാവും, ഒരു മാംസകഷണമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ടാവും. പക്ഷെ അള്ളാഹു താല അതിന് കഴിവ് കൊടുത്താൽ മാത്രമേ അത് അതിൻ്റെ പ്രവർത്തന ഫലത്തിലേക്ക് എത്തത്തുള്ളൂ. ഏതൊരു കാര്യത്തിനും അതാണ്. നമ്മുടെ കൈയാവട്ടെ കാലാവട്ടെ, അള്ളാഹു താല ഈ ലോകത്ത് സൃഷ്ടിച്ച ഏതൊരു വസ്തുവാവട്ടെ, ആ വസ്തുവിന് സ്വയമായിട്ട് യാതൊരുവിധ കഴിവും ഇല്ല, അള്ളാഹു താല നൽകുന്നതല്ലാതെ. അള്ളാഹു താല നൽകി കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. കും ഫയക്കുൻ എന്നല്ല ഖുർആനിൽ പറഞ്ഞു, കും ഫയക്കുൻ, കുൻ ആകുന്നു പറഞ്ഞാൽ ഫയക്കൂനു, അതായിരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ കഴിവ്. ഇറാദത്തെന്നതിന് പറയും അറബിയിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇറാദത്തില്ലാണ്ട് ഒരു വസ്തു ചലിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും സംഭവിക്കത്തില്ല.
ഈ മുഹറത്തിൽ ഈ ഒരു ചരിത്രം നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊരു വീണ്ടും വിചാരത്തിനുള്ളൊരു അവസരമാണ് ഈ ചരിത്രങ്ങളൊക്കെ. നമ്മളിൽ സ്വന്തമായിട്ട് മാറ്റമുണ്ടാവാനും നമുക്കൊന്നും ഒരു കഴിവുമില്ല. അതാണ്, ഒരു കഴിവുമില്ലാത്ത നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ ന്യൂനതകളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും തിരഞ്ഞു നടക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ ഈ പുതുവർഷത്തിൽ. അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പരസ്പരം പരിഹസിക്കലും പരസ്പരം ട്രോളും ഇതെല്ലാം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഉന്നമതി ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഉന്നതമായ സ്ഥാനത്തേട്ട് ഇതൊക്കെ നമ്മൾ എത്തിക്കുമോ? നമ്മുടെ സ്വഭാവത്തിനെ അത് മോശമാക്കും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. ഇൻഷാ അല്ലാ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ മുഹറം മാസത്തിൽ നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരു ആത്മീയമായ ചൈതന്യം ഉണ്ടാവട്ടെ ആശംസിക്കുകയും ഇൻഷാ അല്ലാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഇരുലോകത്തും എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ്.